മനുഷ്യ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഭയമിളവാക്കുന്ന ഒരു കാര്യമാണ് പിശാചിന്റെ ഉപദ്രവങ്ങളും ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ. നൂറുകണക്കിന് ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും പിശാചിന്റെ പ്രവൃത്തികളും ഒരു വഴിക്കൂടെ അഴിച്ചുവിടുമ്പോൾ വേദപുസ്തകം ഒരു ദൈവപൈതൃന് തരുന്ന ഏറ്റവും വലിയ ഉറപ്പാണ്: ഒരു പിശാചിന്റെ പ്രവൃത്തികളും ഒരു ആഭിചാരത്തിന്റെ പ്രവൃത്തികളും ഒരു മന്ത്രവാദത്തിന്റെ പ്രവൃത്തികളും നിനക്ക് ഫലിക്കത്തില്ലെന്നാണ് ബൈബിൾ തരുന്ന ഉറപ്പ്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണെന്ന് ധ്യാനിക്കുന്നത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയില്ല. അതിന്റെ മുകളിലത്തെ വാക്യം ശ്രദ്ധിക്കാം. 22-ാം വാക്യം: ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ദൈവത്തിന്റെ ജനമായി ഇസ്രായേലിന് ദൈവം വാക്ക് കൊടുക്കുന്നു: നിന്നെ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക്, ദൈവത്തിന് സ്തോത്രം, ഞാൻ കൊണ്ടുപോകാൻ പോവാ. പാലും തേനും ഒഴുകുന്ന നല്ലതും വിശാലവുമായ ദേശം. അവിടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ വഴിമധ്യത്തിൽ ധാരാളം എതിർപ്പുകൾ ഉണ്ടായി. സ്തോത്രം, വലിയ വലിയ തടസ്സങ്ങൾ ഉണ്ടായി. അതെല്ലാം ദൈവം വെട്ടിമാറ്റാൻ ഇറങ്ങി വരികയാണ്. അങ്ങനെ 22-ാം അധ്യായം പഠിക്കുമ്പോൾ ജനം, സ്തോത്രം, ഏകദേശം മോവാബിനോട് അടുത്ത് വരികയാണ്. സ്തോത്രം. എന്നാൽ ആ സ്ഥലത്തെത്തിയപ്പോ ദൈവത്തിന് സ്തോത്രം, അവിടുത്തെ രാജാവ് ബിലയാം എന്ന് പറയുന്ന പ്രവാചകനെ കൊണ്ട് ഇവരെ തകർക്കുവാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ബിലയാം പറഞ്ഞു, ദൈവം പറയുന്നതല്ലാതെ ഞാൻ ഒന്നും പറയത്തില്ല. അങ്ങനെ ബിലയാം പ്രവചിക്കുന്ന പ്രവചനത്തിലെ ഒരു വാക്യമാ വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരും, കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. എന്നിട്ട് എഴുതിയിരിക്കുക, ഒരാഭിചാരവും അവർക്ക് ഫലിക്കത്തില്ല, ഒരു ലക്ഷണ വിദ്യയും സ്തോത്രം അവർക്ക് ഫലിക്കത്തില്ല. ഞാൻ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, ഏതെങ്കിലും പൈശാചിക ഉപദ്രവങ്ങളെ നിങ്ങൾ പേടിക്കുന്നുണ്ടെങ്കിൽ, ആഭിചാര ശക്തികൾ, മന്ത്രവാദ ശക്തികളെ പേടിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ട്. പക്ഷെ നീ അതിനെ ഭയപ്പെടാൻ പാടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നിനക്ക് അത് പറ്റുകയില്ലെന്നാവയോട് വായിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ആഭിചാരം കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ബലത്തെക്കുറിച്ച് എഴുതിയിരിക്കുക, കാട്ടുപോത്തിന് തുല്യമായ ബലം. പൗലോസ് പറയാ, ഞങ്ങളിൽ വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്, അളന്ന് തിട്ടപ്പെടുത്തുവാൻ വയ്യാത്ത ശക്തി. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മീക ദൂതായി പറയുകയാ, പിശാചിന്റെ ഉപദ്രവമോ മനുഷ്യന്റെ ഉപദ്രവമോ ആഭിചാരത്തിന്റെയോ മന്ത്രവാദത്തിന്റെയോ രൂപത്തിൽ നിനക്കെതിരെ അഴിച്ചുവിട്ടാൽ ലവലേശം കുലുങ്ങരുത്. അതൊന്നും നിന്നെ തൊടുകയില്ല. നമുക്ക് പറയാം, ആ ശക്തികൾക്ക് ഞങ്ങളെ തൊടാൻ വയ്യാത്ത ഒരു ശക്തി ഞങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. നമുക്കൊന്നിച്ചെന്ന് രാവിലെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, സ്തോത്രം, ചില ദുഷ്ടശക്തികൾ നിന്റെ മക്കളെ തകർക്കുവാൻ നിഗൂഢ പദ്ധതികൾ ഇടുമ്പോൾ അതൊന്നും ഫലിക്കത്തില്ലെന്ന് ഉറപ്പ് തന്നുകൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അവരെ കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. അതുകൊണ്ട് ആഭിചാരങ്ങളെയോ മന്ത്രവാദങ്ങളെയോ നീ പേടിക്കേണ്ട. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.